ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മൈമൻട്രി PSC ആപ്ലിക്കേഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അടുത്തിടെ ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ ആകർഷിച്ച ജിൻസി കലാപത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ കലാപത്തെക്കുറിച്ച് നമ്മൾ സോഷ്യൽ മീഡിയാസ് വഴിയും പത്രങ്ങൾ വഴിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞു വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ PSCയുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് നോട്ട് ചെയ്യാനുള്ളൂ. അങ്ങനെ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്തുകൊണ്ട് നമ്മളിത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തിടെ ഏറ്റവും കൂടുതൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ ആകർഷിച്ച ശക്തമായ ഒരു കലാപമായിരുന്നു ജെൻസി കലാപം. ഇതിനകത്ത് നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് വേണേൽ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ കറണ്ട് അഫെയറിൻ്റെ ഭാഗമായിട്ട് ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് IT സെക്ഷനിൽ വേണമെങ്കിലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യം ചോദിക്കാം. അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് കറക്റ്റായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജെൻസി കലാപം എന്നുള്ളത്. 1997-നും 2012-നും ഇടയിൽ ജനിച്ച തലമുറ അറിയപ്പെടുന്നതാണ് ജെൻസി തലമുറ എന്ന പേരിൽ. അപ്പോൾ ഈ ജെൻസി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ജനറേഷൻ സി എന്നാണ് വരുന്നത്. ജനറേഷൻ സി എന്നാണ് എന്ത് ജെൻസി എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. ഓക്കെ, ഇനി ഈ കലാപം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം കലാപം ഉണ്ടായത് നേപ്പാൾ എന്ന രാജ്യത്താണ്. 2025 സെപ്റ്റംബർ 4-ാം തീയതി അവിടുത്തെ ഗവൺമെൻറ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫേസ്ബുക്ക്, വാട്സപ്പ്, എക്സ്, ഇൻസ്റ്റഗ്രാം പോലുള്ള ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡെയിലി യൂസ് ചെയ്യുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഒറ്റയടിക്ക് അങ്ങ് ബാൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, അവിടുത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ജെൻസി തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് മുതിർന്നത്. അപ്പോൾ നോക്കിക്കേ, 2025 സെപ്റ്റംബർ 4-ന് ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്റ്റംബർ 4-നാണ് വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ 26 സാമൂഹ്യ മാധ്യമങ്ങൾ, നമ്പർ വ്യക്തമായിട്ട് ഓർത്തിരിക്കാം, 26 സാമൂഹ്യ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നത്, നേപ്പാൾ ഗവൺമെൻറ് ബാൻ ചെയ്യുന്നത്. എന്താണിത് ബാൻ ചെയ്യാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ IT മന്ത്രാലയം ഒരു നിർദ്ദേശം വെച്ചിരുന്നു. അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം ഇത് പറയുന്ന പോലെ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തണമെന്നും അവിടെ ലോക്കലായിട്ട് ഓഫീസുകൾ ആരംഭിക്കണം എന്ന രീതിയിൽ നമ്മുടെ നേപ്പാളിലെ മിനിസ്ട്രി, അതായത് ടെലികോം മിനിസ്ട്രി അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവിറക്കിയിരുന്നു. അപ്പോൾ ഈ നിർദ്ദേശം പാലിക്കാത്ത സാമൂഹ്യ മാധ്യമങ്ങളെയാണ് എന്ത് ചെയ്തത്, അവർ ബാൻ ചെയ്തത്. അപ്പം ഈ നിർദ്ദേശങ്ങൾ പാലിച്ച പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഏറ്റവും എളുപ്പം അറിയാവുന്ന ഒന്നാണ് ടിക്ടോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടിക്ടോക്ക് നിരോധിച്ചു എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് നമുക്ക് അന്നേരം തന്നെ മനസ്സിലാവും. അതായത് ടിക്ടോക്ക് ഈ ഒരു റൂൾസ് ഫോളോ ചെയ്യുകയും എന്ത് ചെയ്യപ്പെട്ടതുമില്ല, നിരോധിക്കപ്പെടുകയും ചെയ്യാത്ത കൂട്ടത്തിലുള്ള ആപ്ലിക്കേഷനാണ്. അതേപോലെ തന്നെ ടിക്ടോക്കിനോടൊപ്പം തന്നെ വൈബർ, വിക്ക്, നിംബസ്, പോപ്പോ ലൈവ്, ഇത്രയും ആപ്ലിക്കേഷൻ, കുറഞ്ഞത് ഇത്രയും ആപ്ലിക്കേഷനെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത്രയെങ്കിലും ഓപ്ഷനകത്ത് ഉണ്ടാവും. അപ്പോൾ ഏതൊക്കെയാണ്, ടിക്ടോക്ക്, വൈബർ, വിക്ക്, നിംബസ്, പോപ്പോ ലൈവ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടില്ല, നിരോധിക്കപ്പെട്ടിട്ടില്ല. അപ്പം ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം സമൂഹ മാധ്യമങ്ങൾ ബാൻ ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇതിന് പുറകിൽ ഇത് കുറേ നാളുകൊണ്ട് അവിടുത്തെ ജനത എന്താണ്, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഭരണത്തിൽ ഇഷ്ടക്കേട് അല്ലെങ്കിൽ എതിർപ്പുണ്ടായിരുന്ന ജനതയാണ് ഈ ഒരു കാര്യത്തോടു കൂടി ഒരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങിയത്. അതായത് കുറേ നാളുകൊണ്ട് തന്നെ നേപ്പാൾ ഭരണകൂടം അഴിമതിയുടെ പേരിലും സ്വജനപക്ഷപാതത്തിൻ്റെ പേരിലും ഒക്കെ കുറേ നാളായിട്ട് വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിൻ്റെ കാരണങ്ങളിൽ അല്ല ഇതിൻ്റെ ലക്ഷ്യങ്ങളിൽ കലാപകാരികൾ ആവശ്യപ്പെട്ടത് സമൂഹ മാധ്യമ നിരോധനം പിൻവലിക്കുക എന്നുള്ളത് ഒന്നാമത്, രണ്ടാമത് അഴിമതി തടയുക, അതേപോലെ തന്നെ സാമ്പത്തിക അസമത്വം ഇല്ലായ്മ ചെയ്യുക. ഇത് ഇത്രയും അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിരുന്നു. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയാസ് വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. വിനോദത്തിന് മാത്രമല്ല, വരുമാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്രോതസ്സാണ്. അതേപോലെ തന്നെ നേപ്പാൾ എന്ന രാജ്യം ടൂറിസത്തെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇവരിതിനെല്ലാം വേണ്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയകളെയാണ്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ പുറത്ത് പോയി ജോലി ചെയ്താണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ യുവാക്കൾ ഭൂരിഭാഗവും അല്ലെങ്കിൽ 20% എന്താണ് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അവരുടെ വീടുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്നതും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയായിരുന്നു. അപ്പോൾ പെട്ടെന്നുണ്ടായ ഇതിൻ്റെ നിരോധനം എന്ന് പറയുന്നത് വരുമാനപരമായിട്ടും കുടുംബപരമായിട്ടും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലും ഒക്കെ സാരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ
എന്തു ചെയ്തു? ഈ സമൂഹ മാധ്യമങ്ങളുടെ നിരോധനം പിൻവലിക്കണമെന്നും അതേപോലെ തന്നെ അഴിമതിയുള്ള ഈ ഒരു ഭരണകൂടം അഴിമതി തടയണമെന്നും സാമ്പത്തിക അസമത്വം ഇല്ലായ്മ ചെയ്യണമെന്നും ഈ ഒരു കലാപത്തിലൂടെ കലാപകാരികൾ ആവശ്യപ്പെട്ടു. ഓക്കെ, ഇനി ഇതിനൊരു മുദ്രാവാക്യമുണ്ട്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്നായിരുന്നു ഇതിൻ്റെ മുദ്രാവാക്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മൾ പറഞ്ഞു നേപ്പാളിൻ്റെ ഭരണകൂടത്തിനോട് ജനതയ്ക്കുണ്ടായിരുന്ന എതിർപ്പ് അവർ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രക്ഷോഭം പോലെ അല്ലെങ്കിൽ ഒരു ഹാഷ്ടാഗിൽ നെപ്പോ കിഡ്സ് എന്ന പേരിൽ ഇതുപോലെ വിമർശിച്ചുകൊണ്ടിരുന്നു. അതായത് ഈ രാജ്യം തൊഴിലില്ലായ്മയുടെയും ദാരിദ്ര്യത്തിലുമൊക്കെ ഇത്രയും കഷ്ടപ്പെടുന്ന സമയത്ത് അധികാരത്തിലിരിക്കുന്ന ആൾക്കാരുടെ മക്കൾ ഉൾപ്പെടെയുള്ളവർ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ജീവിത രീതിയായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അപ്പം അവരുടെ ഈ ഫോട്ടോസും അവർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഏറ്റവും വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഏറ്റവും ചിലവേറിയ പാർട്ടികൾ നടത്തുന്നു, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഈ ലൈഫ് സ്റ്റൈലൊക്കെ ഞങ്ങളുടെ ടാക്സ് അടച്ച ആ പണം കൊണ്ടുള്ള ദൂർത്താണെന്ന് മനസ്സിലാക്കിയവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നെപ്പോ കിഡ്സ് എന്ന ഹാഷ്ടാഗിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പ്രതിഷേധത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഭരണകൂടം പുതിയൊരു റെഗുലേഷൻ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളെ നിരോധിച്ചതാണെന്നാണ് അവിടുത്തെ ജനത മനസ്സിലാക്കിയ മറ്റൊരു കാര്യം. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം തങ്ങളുടെ അവകാശമാണെന്നായിരുന്നു ഈ ഒരു കലാപത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. എന്ന് നോക്കിക്കേ, വളരെ ശാന്തമായിട്ട് മുന്നോട്ട് പോയിരുന്ന ഈ ഒരു കലാപത്തെ പെട്ടെന്ന് അവിടുത്തെ ഭരണകൂടം അടിച്ചമർത്താൻ ശ്രമിച്ചതോടുകൂടി ഇത് വളരെയധികം അക്രമാസക്തമാവുകയും പാർലമെന്റ് ഉൾപ്പെടെ അവിടുത്തെ നമ്മുടെ ഈ പറയുന്ന ഗവൺമെൻറ് ഒഫീഷ്യൽസിൻ്റെ എല്ലാം വീടുകളും പൊതുമുതലുകളും ഒക്കെ അക്രമകാരികൾ നശിപ്പിക്കാൻ തുടങ്ങി. 20ഓളം ആൾക്കാർക്ക് എന്ത് ചെയ്തു? ജീവൻ നഷ്ടപ്പെട്ടു. ഒരുപാട് പേർക്ക് സാരമായി പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. അത് കാരണത്താൽ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചതിന് ശേഷം എന്ത് ചെയ്തു? രാജിവെച്ചപ്പോഴും ഈ കാര്യങ്ങളൊന്നും, ഈ കലാപം നിൽക്കുന്നില്ല എന്ന് കണ്ട് എന്ത് ചെയ്തു? ആൾക്കാരെ അടക്കി നിർത്താൻ വേണ്ടി സൈന്യത്തിന് രാജ്യത്ത് കർഫ്യൂ ഏർപ്പെടുത്തേണ്ടി വന്നു. അപ്പം നേപ്പാൾ സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തിയ ദിവസം എന്നാണെന്ന് ചോദിച്ചാൽ അത് 2025 സെപ്റ്റംബർ 10 എന്ത് ചെയ്തു? അവരെ കർഫ്യൂ ഏർപ്പെടുത്തി. അപ്പോൾ ആ ഡേറ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക. 2025 സെപ്റ്റംബർ 10 അവിടുത്തെ സൈന്യം രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തി. ഇനി നോക്കിക്കേ, ഇനി നമ്മളിപ്പോൾ ഒരു കലാപം ആഹ്വാനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയാസ് വഴിയാണല്ലേ. പക്ഷേ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം അവിടെ ബാൻ ചെയ്തത് കൊണ്ട് തന്നെ അവർ മറ്റൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെയാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അതിൻ്റെ പേരാണ് ഡിസ്കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു IT-യിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ കാര്യം ഇതാണ്. ഡിസ്കോഡ് എന്ന് പറയുന്ന സാമൂഹ്യ മാധ്യമം ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? കലാപകാരികൾ അല്ലെങ്കിൽ ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർ ഇതിന് ആഹ്വാനം ചെയ്തതും ഇത് കോർഡിനേറ്റ് ചെയ്തതും എല്ലാം ഡിസ്കോഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഈ ഡിസ്കോഡിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണെന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് അറിഞ്ഞു വെക്കണം. അത് IT-യിൽ വേണമെങ്കിൽ ചോദിക്കാം. അതായത് ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവ് വിഷ്ണവിസ്കിയുമാണ് ഡിസ്കോഡിൻ്റെ സ്ഥാപകർ. ആരാണ്? ജേസൺ സിസ്ട്രോണും സ്റ്റാനിസ്ലാവ് വിഷ്ണവിസ്കിയും ചേർന്ന് 2015 മെയ്യിൽ ആരംഭിച്ചതാണ് നമ്മുടെ ഡിസ്കോഡ് എന്ന് പറയുന്നത്. ഇതൊരു അമേരിക്കൻ സാമൂഹ്യ മാധ്യമമാണ്. ഇത് അന്നേ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ലോകശ്രദ്ധ ഇതിന് കിട്ടിയത് ജെൻസി കലാപത്തിലൂടെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇത് മറക്കാതെ പഠിക്കുക. ഓക്കെ, ഇനി നോക്കിയും ഈ ഡിസ്കോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കോഡിൽ നമുക്ക് കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഏകദേശം 50,000-ഓളം ആൾക്കാരെ വരെ ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസ്കോഡിൻ്റെ കമ്മ്യൂണിറ്റികൾ അറിയപ്പെടുന്ന പേരാണ് സെർവറുകൾ എന്ന് പറയും. സെർവറുകൾ ജസ്റ്റ് ഒന്ന് അഡീഷണൽ ഇൻഫർമേഷൻ പോലെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഡിസ്കോഡ് കമ്മ്യൂണിറ്റികൾ അറിയപ്പെടുന്ന പേരാണ് സെർവറുകൾ എന്ന് പറയുന്നത്. ഇനി 2024 കണക്ക് പ്രകാരം ഡിസ്കോഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രാജ്യത്തിൽ 3-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഡിസ്കോഡ് ഉപയോഗിക്കുന്നവരിൽ 3-ാം സ്ഥാനം ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം ഡിസ്കോഡിൻ്റെ കാര്യമാണ്. കർഫ്യൂ ഏർപ്പെടുത്തിയ തീയതി, ഇതിൻ്റെ സ്ഥാപകർ, അതേപോലെ തന്നെ 2024 കണക്കനുസരിച്ചാണ് ഇന്ത്യക്ക് ഡിസ്കോഡ് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ 3-ാം സ്ഥാനമുള്ളത്. നോക്കിക്കേ, ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന അവിടുത്തെ സുപ്രധാന പദവികളാണ്. അപ്പോൾ ശരിക്കും വെറും 8 ദിവസം കൊണ്ട് അധികാരത്തിലിരുന്ന ഒരു ഭരണകൂടത്തെ താഴെ ഇറക്കാനും മറ്റൊരു ഭരണത്തെ അധികാരത്തിലേറ്റാനും മാത്രം ശക്തമായിരുന്ന ഒരു കലാപമാണ് ജെൻസി കലാപം എന്ന് പറയുന്നത്. അപ്പോൾ നേപ്പാളിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് രാമചന്ദ്ര പൗഡലാണ്. നേപ്പാളിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ ഒരു കലാപത്തെ തുടർന്ന് രാജിവെച്ച അവിടുത്തെ പ്രധാനമന്ത്രിയുടെ പേരാണ് KP ശർമ്മ ഒലി.
KP ശർമ്മ ഒലി. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതുകൊണ്ട് KP ശർമ്മ ഒലി ഉറപ്പായിട്ട് ഓപ്ഷനിൽ കാണും, നമ്മളത് കറപ്പിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്, നിലവിൽ KP ശർമ്മ ഒലി നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി അല്ല. ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ച അവരുടെ ആഭ്യന്തരമന്ത്രിയുടെ പേരാണ് രമേശ് ലേഖക്. രമേശ് ലേഖകാണ് രാജിവെച്ച അവരുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്. ഇനി നോക്കിയും ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ടെലികോം മിനിസ്ട്രിയുടെ ചില റെഗുലേഷൻസ് ആണല്ലോ. അപ്പോൾ രാജിവെച്ച കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരാണ് പൃഥ്വി സുബ്ബ ഗുരുങ്. പൃഥ്വി സുബ്ബ ഗുരുങ് ആണ് ഈ ഒരു പ്രക്ഷോഭത്തിൻ്റെ പേരിൽ രാജിവെച്ച അവിടുത്തെ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 4-ാം തീയതി ഇവരിത് ബാൻ ചെയ്യുന്നു. 12-ാം തീയതി ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് സുശീല ഖാർഗെ അവിടെ നിയമിതയാകുന്നു. അപ്പോൾ ഈ സുശീല ഖാർഗെയെ തിരഞ്ഞെടുക്കാനുള്ള ഹിതപരിശോധന നടന്നതും ഡിസ്കോഡ് വഴിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുകൂലമായി വോട്ട് ചെയ്ത് സുശീല ഖാർഗെക്കായിരുന്നു. അങ്ങനെ ഇടക്കാല നേപ്പാൾ പ്രധാനമന്ത്രിയായിട്ട് സുശീല ഖാർഗെ 2025 സെപ്റ്റംബർ 12-ാം തീയതി നിയമിതയാകുന്നു. അപ്പം സുശീല ഖാർഗെക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുശീല ഖാർഗെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ഭരണ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് സുശീല ഖാർഗെ. അപ്പോൾ നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആണ് സുശീല ഖാർഗെ. നേപ്പാളിൻ്റെ ഭരണ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് 73-കാരിയായ സുശീല ഖാർഗെ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അധികാരത്തിലേറിയത് 2025 സെപ്റ്റംബർ 12-ാം തീയതിയാണ്. അപ്പോൾ സുശീല ഖാർഗെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ രമേശ് ലേഖക് രാജിവെച്ച ഒഴിവിലേക്ക് പുതിയതായി നിയമിതനായത് ഓം പ്രകാശ് ആര്യാലാണ്. ഓം പ്രകാശ് ആര്യാലാണ്. ഇദ്ദേഹം ഒരു ലോയറാണ്. അതേപോലെ തന്നെ സുശീല ഖാർഗെയുടെ സഹായിയായി നിന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹമാണ് ആഭ്യന്തരമന്ത്രിയായിട്ട് നിയമിതനായത്. പേര് ഓം പ്രകാശ് ആര്യാൽ. അപ്പം രമേശ് ലേഖക് പോയ വേക്കൻസിയിൽ അല്ലെ ആ ഒരു സ്ഥാനത്തേക്ക് വന്നത് ആരാണ്? രമേശ് പോയടത്ത് ഓം പ്രകാശ് ആണ് വന്നത്. രണ്ടുപേരുടെയും പേരിൻ്റെ ലാസ്റ്റ് നോക്കിക്കോളാം, അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം രമേശ് ലേഖക് പോയടത്ത് ഓം പ്രകാശ് ആണ് വന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നോക്കിക്കേ, രാജിവെച്ച ആദ്യത്തെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് പകരം വന്നത് ഒരു ജേർണലിസ്റ്റായ ജഗദീഷ് ഖരേലാണ്. ജഗദീഷ് ഖരേൽ ഇദ്ദേഹം അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകനായിരുന്നു. അപ്പം നിലവിലെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ ഓഫ് നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അത് ജഗദീഷ് ഖരേലാണ്. അപ്പോൾ ഈ ജഗദീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് സിനിമാ നടൻ ജഗദീഷിനെ വെച്ച് ഇദ്ദേഹത്തിൻ്റെ പേര് കണക്ട് ചെയ്തിടാം. അപ്പോൾ അദ്ദേഹമാണ് നേപ്പാളിൻ്റെ പുതിയ ടെലികോം മിനിസ്റ്റർ, അല്ലെങ്കിൽ ഇദ്ദേഹമാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ കലാപത്തിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ രാഷ്ട്രപതി ഭവനൊക്കെ ആക്രമിക്കപ്പെട്ടു എന്നല്ലേ. അപ്പം നേപ്പാളിലെ രാഷ്ട്രപതി ഭവൻ അറിയപ്പെടുന്ന പേരാണ് ശീതൾ നിവാസ് എന്ന് പറയുന്നത്. ശീതൾ നിവാസ് എന്നറിയപ്പെടുന്നത് നേപ്പാളിലെ രാഷ്ട്രപതി ഭവനാണ്. അപ്പം ജെൻസി കലാപത്തെക്കുറിച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും കൃത്യമായിട്ട് അറിഞ്ഞു പോകാം. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പ്രധാനമായിട്ടും ഇപ്പം ഓരോ പദവികളിലിരിക്കുന്ന ആൾക്കാരും രാജിവെച്ച ആൾക്കാരെയും നമ്മൾ ഓർത്തിരിക്കുക. അതേപോലെ നമ്മുടെ ഡിസ്കോഡിനെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കുക. എന്നാണ് ഈ കലാപം നടന്നതെന്നതിനെക്കുറിച്ചും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വരുന്ന പരീക്ഷകൾ തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക. താങ്ക്